ഏത് പ്രായക്കാർക്കും മുടിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹെയർ പാക്കാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ആദ്യമായി ഉലുവ നമ്മൾ ഒരു 2 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വയ്ക്കുക. അതിനുശേഷം കറ്റാർവാഴ എപ്പോൾ ഞാൻ കറ്റാർവാഴയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതിൻ്റെ ഒരു മഞ്ഞ ദ്രാവകം നീക്കം ചെയ്യണമെന്നുള്ളത്. ഇങ്ങനെയാണത്. ഇനി അടുത്തത് ചെമ്പരത്തിപ്പൂവാണ് എടുക്കേണ്ടത്. ചെമ്പരത്തിപ്പൂ വിവിധ ഇനത്തിലുള്ളത് ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ ചെമ്പരത്തിയിലെ ചെമ്പരത്തിപ്പൂ തന്നെയാണ്. വളരെ ചെറിയ ചെമ്പരത്തിപ്പൂവാണ്. അതൊരു 4-5 എണ്ണം എടുക്കുക. 2 പനിക്കൂർക്കയുടെ ഇല കൂടി ഞാൻ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. കാരണം ഉലുവയൊക്കെ നല്ല തണുപ്പുള്ളതായതുകൊണ്ട് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് പനിയൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പനിക്കൂർക്കയുടെ ഇല. അതോടൊപ്പം തന്നെ ഞാൻ ചെമ്പരത്തിയുടെ ഇലയും കൂടി ഇടുന്നുണ്ട്. ഇനി നമ്മുടെ സാധാ കേശവർദ്ധിനി കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. കേശവർദ്ധിനി ഒരു 10 ഇലയോളം എടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഞാനൊരു 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായ്ക്ക് തയ്യാറാക്കാം. കുതിർത്ത് വെച്ച ഉലുവ, അലോവേരയുടെ ജെല്ല് എടുത്തിട്ടുണ്ട്. നന്നായി കഴിയതിന് ശേഷം കേശവർദ്ധിനിയുടെ ഇല, കറിവേപ്പില, ചെമ്പരത്തിപ്പൂവ്, നമ്മുടെ പനിക്കൂർക്കയുടെ 2 ഇല, പിന്നെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇല. ഇനി ഒഴിക്കാൻ പോകുന്നത് 2 ദിവസമായ കഞ്ഞിവെള്ളം, അതായത് ഇന്നലത്തെ കഞ്ഞിവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടും. നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മുടെ ആ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കണം. അതായത് എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കുക. അങ്ങനെ ഇത് മുഴുവനും ഞാൻ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് വീര്യം കുറഞ്ഞ് ഷാമ്പു ഇട്ട് കഴുകാം. പക്ഷെ ഞാൻ ഷാമ്പു ഇട്ടിട്ടില്ല. എനിക്ക് കുറച്ച് ദിവസം അവധിയായതുകൊണ്ട് വെളിയിലോട്ടങ്ങ് പോകണ്ടാത്തത് കൊണ്ടും ഷാമ്പു ഇട്ടില്ല. അല്ലാതെ ഉള്ളവർക്ക് ഷാമ്പു ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നല്ല മിനുസമുള്ള മുടി തന്നെ നമുക്ക് കിട്ടും.